So, ladies and gentlemen, it's now time to hear from the visionary behind our 70th anniversary magazine. I warmly invite our chief editor, Mr. G.P. Rajmohan, to the stage for his address. Welcome, Rajmohan Chetta. മലയാളം കതിരിക്ക് വിടൊരു തിരിയൻ കൈരടിയുണ്ടായി കൈരടിയുണ്ടായി മധുവൂറും കനികളുമായി പതികൾക്കമൃതവുമേകുന്നു അതുപകരും മധുരം നുണര അമരസ്തുതികളിലൊഴുക അതുപകരും മധുരം നുണര അമരസ്തുതികളിലൊഴുക കൈകൈ കരളിൽ വഹിച്ചവർ തിരിയൻ മണ്ണിൽ വന്നപ്പോൾ മലയാളം കതിരിക്ക് വിടൊരു കെനിയൻ കൈരടിയുണ്ടായി കൈരളി കരളിൽ വഹിച്ചവർ തിരിയൻ മണ്ണിൽ വന്നപ്പോൾ മലയാളം കതിരിക്ക് വിടൊരു തിരിയൻ കൈരടിയുണ്ടായി കൈരടിയുണ്ടായി ഞാൻ എല്ലാത്തിനെപ്പറ്റി ഒന്ന് സ്പർശിക്കാൻ വേണ്ടി എഴുതി തയ്യാറാക്കി കൊണ്ടുവന്നിരിക്കുകയാണ്. ആരും ഇത് കേട്ട് ബോധം കിടത്തില്ലെന്ന് ഉത്തമ വിശ്വാസത്തോടെ തുടങ്ങുകയാണ്. അസ്തമന സൂര്യൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മുടെ യോഗം തുടങ്ങുന്നത്, താമസിച്ചു പോയെങ്കിലും. എങ്കിലും ഒരു പുത്തൻ സൂര്യോദയത്തിൻ്റെ തുടക്കമാകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ഈ വർഷത്തെ AGM-ന് നിരവധി പ്രത്യേകതകളുണ്ട്. ആദ്യമായിട്ടാണ്
ഈ വർഷാരംഭത്തിൽ തന്നെ നമ്മുടെ ചെയർമാൻ സൂചിപ്പിച്ചതുപോലെ 70-ാം വാർഷികത്തിൻ്റെ പ്രാധാന്യം കണക്കിലെടുത്ത് ഒരു മാഗസിൻ കമ്മിറ്റിക്ക് രൂപം നൽകുന്നത്. ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള കമ്മിറ്റി തീരുമാനത്തിന് നാരായണപ്രസാദിനും ജോലറ്റിനും ടീമിനും ഞങ്ങളുടെ ടീമിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഞാൻ കുറച്ച് ആദ്യമായി എന്ന് പറയുന്നുണ്ട്. ആദ്യമായാണ് നമ്മുടെ വാർഷിക പൊതുയോഗത്തിൽ ഒരു ബഹുമുഖ പ്രതിഭ പങ്കെടുക്കുന്നത്. കലാരംഗത്തുള്ള നിരവധി പേർ കെനിയയിൽ വന്നിട്ടുണ്ട്, സിനിമാ രംഗത്തുള്ളവർ നിരവധി പേര് വന്നിട്ടുണ്ട്. പക്ഷേ അക്കാദമിക് രംഗത്ത് സമാനതകളില്ലാത്ത നേട്ടം കൊയ്ത ഒരാൾ ആദ്യം, സമർത്ഥരായ കുട്ടികൾക്ക് മാതൃകയാക്കാവുന്ന ഒരാൾ ആദ്യം, ആരുടെയും വാഴ്ത്തുപാട്ടുകൾക്ക് വേണ്ടി കാത്തു നിൽക്കാതെ ആരുടെയും ഔദാര്യങ്ങൾക്ക് വശബന്ധനാകാത്ത ആർക്കും മാതൃകയാക്കാവുന്ന ഒരാൾ ആദ്യം, ഡോക്ടർ രാജു നാരായണ സ്വാമി. അദ്ദേഹത്തിനെ സംബന്ധിച്ച ഒരു ഹ്രസ്വ വീഡിയോ നമ്മൾ കണ്ടു കഴിഞ്ഞു. ആവർത്തന വിരസത അരോചകമാകയാൽ ഞാൻ വീണ്ടും അത് ആവർത്തിക്കുന്നില്ല. എൻ്റെ അനുഭവത്തിലുള്ള രാജു നാരായണ സ്വാമിയെ പറ്റി ഒരു വാക്യം. വ്യക്തിപരമായി യാതൊരു പരിചയമോ അടുപ്പമോ ഇല്ലാതിരുന്നിട്ടും ഇത്തരം ഒരാവശ്യം കേട്ട മാത്രയിൽ അതിന് സമ്മതം മൂളി എന്നെ ഞെട്ടിച്ചു. ഡോക്ടർ രാജു നാരായണ സ്വാമി, നിങ്ങൾ ഒരു അത്ഭുത പ്രതിഭാസമാണ്. അടുത്ത പ്രത്യേകത ഛായാമുഖി എന്ന മാഗസിനാണ്. നിരവധി പ്രത്യേകതകൾ നിറഞ്ഞതാണ് ഛായാമുഖി. 70 വർഷത്തെ കെനിയൻ മലയാളി ചരിത്രം പറയുന്ന ഛായാമുഖി. ആദ്യ ചെയർമാൻ മുതൽ ആദ്യ ചീഫ് എഡിറ്റർ വരെയുള്ളവരുടെ ചരിത്രം. കെനിയയ്ക്കും ഇന്ത്യയ്ക്കും സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് കെനിയയിലെത്തിയവരുടെ ചരിത്രം. കപ്പൽ കയറി കെനിയയിൽ വന്നവരിൽ ജീവിച്ചിരിക്കുന്നവരുടെ ചരിത്രം. ഈ അസോസിയേഷൻ ഉണ്ടാക്കിയ ദീർഘദർശികളായവരുടെ കുടുംബാംഗങ്ങളുടെ ചരിത്രം. മാരക രോഗമായ മലേറിയയുമായി പടപൊരുതിയവരുടെ ചരിത്രം. ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിലല്ല ഞങ്ങളുടെ ചരിത്രരചന. നമ്മുടെ മുൻഗാമികളുടെ ജീവിച്ചിരിക്കുന്ന പിൻതലമുറയെ നേരിട്ട് കണ്ടാണ് ചരിത്രരേഖകൾ പരമാവധി സ്വരൂപിച്ചിരിക്കുന്നത്. അങ്ങനെ പരമാവധി സത്യം കണ്ടെത്താൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. ഛായാമുഖിയുടെ പേരിന് പിന്നിലുമുണ്ട് രസകരമായ ഒരു കഥ. അതിൻ്റെ വിശദാംശങ്ങൾ പറഞ്ഞ് ഞാൻ അതിൻ്റെ രസച്ചരട് പൊട്ടിക്കുന്നില്ല. ഇതിൻ്റെ പ്രകാശനം കഴിയുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഛായാമുഖി എത്തും. അത് വായിക്കണം. ഇതിലും ഞാൻ ഈ പറഞ്ഞതിൽ കൂടുതൽ വിഭവങ്ങൾ അതിൽ കാണാൻ കഴിയും. കേരള അസോസിയേഷൻ ഓഫ് കെനിയയുടെ 70 വർഷത്തെ ചരിത്രം അന്വേഷിച്ചുള്ള യാത്ര തുടങ്ങിയിട്ട് 11 മാസങ്ങൾ. ഇതൊരു തപസ്യയായിരുന്നു. അക്ഷരാർത്ഥത്തിൽ ഞങ്ങളുടെ ടീം ഇവിടുത്തെ മലയാളി സാന്നിധ്യത്തിൻ്റെ അടിവേരുകൾ ഒരു പരമാവധി വരെ മാന്തിയെടുത്തു. കെനിയയിലെ മലയാളി സാന്നിധ്യത്തിൻ്റെ 100 വർഷങ്ങളുടെ ഉദ്വേഗജനകമായ ചരിത്രം. ആ അടിവേരുകൾ തൃശ്ശൂർ, കണിമംഗലം, എറണാകുളം, കോലഞ്ചേരി മുതൽ ഓസ്ട്രേലിയ, UK, അമേരിക്ക ആകെ വ്യാപിച്ചു കിടക്കുന്നു. കെനിയൻ മലയാളി കുടുംബത്തിൽപ്പെട്ടവർ ഓസ്ട്രേലിയൻ ഭരണസിരാകേന്ദ്രയിൽ ഇരിക്കുന്നു. പ്രമുഖ സാഹിത്യകാരൻ പുത്തേഴത്ത് രാമൻ മേനോനെ പോലുള്ള ഒരു മക്കൾ രവി മേനോൻ ഇതിൻ്റെ ചെയർമാൻ പദവി അലങ്കരിച്ചിട്ടുണ്ട്. രവി മേനോൻ ഇതിലെഴുതിയിട്ടുണ്ട്. പ്രമുഖ രാഷ്ട്രീയക്കാരനും ആദ്യ കേരള നിയമസഭയിൽ MLAയും പണ്ഡിതനുമായിരുന്ന കൊളാടി ഗോവിന്ദൻകുട്ടി മേനോൻ്റെ മകൻ അജിത് കൊളാടി നമ്മുടെ ചെയർമാൻ ആയിരുന്നത് മുൻകാല ചരിത്രം, ഈ സമീപകാല ചരിത്രം എല്ലാം വിശദമായി ഈ മാഗസിനിൽ വിവരിച്ചിട്ടുണ്ട്. പരമാവധി പുതുമ കൊണ്ടുവരാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. പരമാവധി പഴയ ആൾക്കാരെ ഉൾക്കൊള്ളിക്കാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി ഞങ്ങൾ പതിവ് രീതി വിട്ട് പുതിയ സെഗ്മെൻറ്റ്സ് ഉണ്ടാക്കി ഓരോ എഡിറ്റർമാർ അതിൻ്റെ ചാർജ് ഏറ്റെടുത്തു. ഞാൻ വയലാറിൻ്റെ ഒരു വരി ഉദ്ധരിക്കുകയാണ്. ഈശ്വരനല്ല, മാന്ത്രികനല്ല ഞാൻ, പച്ചമണ്ണിൻ മനുഷ്യത്വമാണ് ഞാൻ. ഇതെന്നെ പറ്റിയല്ല പറയുന്നത്, ഞങ്ങളുടെ ടീമിനെ പറ്റി. ഞങ്ങൾ ഈശ്വരനും മാന്ത്രികനും അല്ലാത്തതിനാൽ ഞങ്ങൾക്ക് പിഴവ് പറ്റിയിട്ടുണ്ടാവാം. മനഃപൂർവ്വമല്ലാത്ത പിശകുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ സദയം ക്ഷമിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഓരോ സെഗ്മെൻറ്റ് തുടങ്ങുമ്പോഴും അതിൻ്റെ ഒരു ചെറു വിവരണം അതിൻ്റെ ഉത്തരവാദിത്വം വഹിക്കുന്ന എഡിറ്റർ നൽകിയിട്ടുണ്ട്.
ഛായാമുഖി എന്താണെന്ന് അതിൻ്റെ എഡിറ്റർ ഡോക്ടർ ആതിര എഴുതിയിട്ടുണ്ട്. വായനക്കാരെ ഉദ്വേഗത്തിൻ്റെ മേഖലയിലേക്ക് നയിക്കുന്ന അമരസ്മൃതികൾ എന്ന പങ്ക്തി സീനിയർ എഡിറ്റർ പ്രതാപ് കുമാർ ഏറ്റെടുത്തു. 100 വർഷങ്ങളുടെ ചരിത്രം തേടിപ്പിടിക്കുക എന്ന് പറയുന്നത് ശ്രമകരമായ ഒരു ജോലിയായിരുന്നു. ഒരു തപസ്യ പോലെ ശ്രീ പ്രതാപ് ആ കർത്തവ്യം കുറ്റമറ്റ രീതിയിൽ പൂർത്തിയാക്കി. ഈ അസോസിയേഷൻ എന്തിനു വേണ്ടി, ആർക്കു വേണ്ടി എന്നൊക്കെ സംശയങ്ങൾ ഉന്നയിക്കുന്ന സ്ഥിരം സംശയാലുക്കൾക്കും ദോഷേകതൃക്കൾക്കുമുള്ള മറുപടി അനുഭവസ്ഥർ തന്നെ പറയുന്ന കെ കൊണ്ട് നേട്ടമുണ്ടാക്കിയവർ, അനുഭവങ്ങൾ ഉണ്ടാക്കിയ അനുഭവസ്ഥർ തന്നെ പറയുന്ന കെ ഒരു തണൽ മരം. മുൻ ചീഫ് എഡിറ്റർ കൂടിയായ സജിത്ത് ഭംഗിയായിട്ട് കൈകാര്യം ചെയ്തു. നമ്മുടെ കെനിയൻ ജീവിതത്തിൻ്റെ കുളിരേകുന്ന ഓർമ്മകൾ അയവിറക്കി ഭൂതകാല കുളിർ എന്നൊരു പങ്ക്തിയും സജിത്താണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഛായാമുഖിയുടെ കാര്യം ഡോക്ടർ ആതിര ഇതിനകത്ത് വിവരിച്ചിട്ടുണ്ട്. തളിരുകൾ എന്ന പങ്ക്തി കുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്. ആസാദിക്ക അമൃത് എന്നതായിരുന്നു ഒരു തീം. കുട്ടികളുടെ പ്രതിഭ വെളിവാക്കുന്ന ഈ പങ്ക്തി ലൂസി സനിൽ സമർത്ഥമായിട്ട് കൈകാര്യം ചെയ്തു. കഥകളും കവിതകളും അടങ്ങുന്ന സെഗ്മെൻറ്റ് കഥായാനം കവിതായാനം എന്നാണ് നാമകരണം ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ചീഫ് എഡിറ്ററായിരുന്ന സന്തോഷ് കോമളൻ മനോഹരമായി ആ സെഗ്മെൻറ്റ് കൈകാര്യം ചെയ്തു. ഈ വർഷത്തെ മാഗസിനിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഫോട്ടോ പ്രപഞ്ചമാണ്. വർഷങ്ങളുടെ ഓർമ്മകൾ, 70 വർഷത്തെ ഓർമ്മകൾ ക്യാമറയിൽ ഒപ്പിയെടുത്ത് ഈ സെഗ്മെൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പലരായി ഒപ്പിയെടുത്തത് ഞങ്ങൾ കളക്ട് ചെയ്ത് ഈ സെഗ്മെൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഞാനൊരു രഹസ്യം പറയാം. രഹസ്യം പറയുന്നതിൻ്റെ പേരിൽ ഞാൻ ക്രൂശിക്കപ്പെടുമോയെന്ന് എനിക്കറിയത്തില്ല. നമ്മുടെ ഫോട്ടോകളൊന്ന് പരിശോധിച്ചാൽ അതിലൊരു ഫോട്ടോയിൽ ഒരാൾ നിക്കറിട്ട് നിന്ന് പാട്ട് പാടുന്നുണ്ട്. കുറച്ച് പെൺകുട്ടികളുടെ ഇടയിലാണ്. അത് മറ്റേ ആരുമല്ല, നമ്മുടെ ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറി. ഇത്തരത്തിൽ നിരവധി ഓർമ്മകൾ, മധുരിക്കുന്ന നിരവധി ഓർമ്മകളുടെ മാഞ്ചുവട്ടിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് നമ്മുടെ എഡിറ്റർ അജിത്താണ്. ഇതിൻ്റെ ആശയം അദ്ദേഹത്തിൻ്റേത് മാത്രമാണ്. നടന്നിട്ടുള്ള എല്ലാ പരിപാടികളുടെയും ഫോട്ടോകൾ ആരുടെയും പ്രേരണയില്ലാതെ എടുത്ത് സൂക്ഷിച്ചു വെക്കുന്ന നിരവധി വ്യക്തിത്വങ്ങളുണ്ട്. തിരശ്ശീലയ്ക്ക് പിന്നിലാണ് അവരുടെ സ്ഥാനം. അവരെ പറ്റിയുള്ള ഒരു പ്രത്യേക പങ്ക്തിയാണ് ക്യാമറയ്ക്ക് പിന്നിൽ. രസകരമായൊരു കഥയാണ്. ക്യാമറയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച പലരും ഇന്ന് ക്യാമറ ഇല്ലാതെ ഇവിടെ വന്നിട്ടുണ്ട്. വേദന ഉളവാക്കുന്ന ഒരു കാര്യം പറയാനുണ്ട്. വേദനയുടെ വേർപാടിൽ എന്നൊരു പങ്ക്തിയുണ്ട്. ഞങ്ങളിൽ നിന്നും വിട്ടുപോയവരുടെ വേദനിപ്പിക്കുന്ന ഓർമ്മകളാണ്. ബാക്കി വിഭവങ്ങൾ നിങ്ങൾ വായിച്ചറിയുക. എങ്കിലും ഒരു കൂട്ടരെ ഞങ്ങൾക്ക് മറക്കാൻ കഴിയില്ല. 70-ാം വാർഷികം ഒരു ചരിത്ര നിമിഷമാകുന്ന ഈ വേളയിൽ ഛായാമുഖി എന്ന ചരിത്ര രേഖ പ്രകാശനം ചെയ്യുന്ന ഈ സന്ദർഭത്തിൽ ഈ സംരംഭത്തിന് ആശംസകൾ അറിയിച്ച ഒരു 70 പേരുണ്ട്. അവരോട് നന്ദി, നന്ദി, നന്ദി. അവരോടൊപ്പം ഇവിടെ പ്രകാശനം ചെയ്യപ്പെടുന്ന ഛായാമുഖി ഏറ്റുവാങ്ങുന്നത് ഡോക്ടർ വിജയനാരായണനാണ്. കെനിയയിലെ പ്രശസ്തനായ ഓങ്കോളജിസ്റ്റ്, സംഗീത ആസ്വാദകൻ, പ്രമുഖ വ്ളോഗ് എഴുത്തുകാരൻ, സർവോപരി കേരളത്തിലെ പഴയ തലമുറയിലെ പ്രമുഖ ഭിഷഗ്വരൻ എന്ന് വെച്ചാൽ ഡോക്ടർ ആയിരുന്ന ഡോക്ടർ PKR വാര്യരുടെ പാരമ്പര്യം തുടരുന്ന ഒരു ജനകീയ ഡോക്ടർ വിജയനാരായൺ. അദ്ദേഹമാണ് ഇത് ഏറ്റുവാങ്ങുന്നത്. ഇനിയും വായനക്കാരോടാണ്. ഛായാമുഖി ടീമിനെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുന്ന എല്ലാവർക്കും ഛായാമുഖി ടീമിൻ്റെ ഒരു സമ്മാനം ലഭിക്കും. ആർക്കാണ് അയക്കേണ്ടതെന്നുള്ളത് കമ്മിറ്റി ഷെയർ ചെയ്യും. ഛായാമുഖി ടീം സമ്മാനം തരും, ഇത് ഉറപ്പ്. കത്തുകൾ ക്രോഡീകരിച്ചൊരു ബുക്ക്ലെറ്റ് ആക്കും, വിതരണം ചെയ്യും. അയക്കേണ്ട വിലാസം KAK ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും. ഛായാമുഖിലെ എഴുത്തുകാർക്കെല്ലാം, കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവരെ വരെ എല്ലാവർക്കും ഒരു സമ്മാനം കിട്ടും. സമ്മാനം എന്താണെന്ന് ഇപ്പോൾ പറയുന്നില്ല. അതിനായി എഴുത്തുകാരുടെ ഒരു യോഗം വിളിക്കും, കൊച്ചുകുട്ടികളടക്കം. പക്ഷേ എല്ലാവരും വായിക്കണം. ഇനി ഞാൻ അവസാന ഭാഗത്തേക്ക് നീങ്ങുകയാണ്. നമ്മളെല്ലാവരും പ്രവാസികളാണ്.
പ്രവാസി എന്നാൽ ഗൾഫ്, യൂറോപ്പ്, അമേരിക്ക മാത്രമല്ല. ആഫ്രിക്കൻ വൻകരയിൽ വലിയ മലയാളി സാന്നിധ്യം ഉണ്ടെന്നുള്ളത് ഞാൻ പറഞ്ഞല്ല, നിങ്ങൾ അറിയുന്നത്, എല്ലാവർക്കും അറിയാം. പക്ഷെ പൊതുവിൽ ആഫ്രിക്കൻ പ്രവാസികളെ അത്ര മതിപ്പില്ല ആർക്കും. പക്ഷെ ആഫ്രിക്കയെ പറ്റി പറയുമ്പോൾ, ആഫ്രിക്കക്കാരെ പറ്റി പറയുമ്പോൾ പൊതുവിൽ കാപ്പിരി, നീഗ്രോ എന്ന് പ്രയോഗിക്കാറുണ്ട്. ഓർക്കുക, കാപ്പിരി, നീഗ്രോ പ്രയോഗങ്ങൾ പൊളിറ്റിക്കലി ഇൻകറക്റ്റാണ്. പക്ഷെ നിർഭാഗ്യവശാൽ എസ്.കെ. പൊറ്റക്കാടിൻ്റെ സഞ്ചാര സാഹിത്യത്തിൻ്റെ പേര് കാപ്പിരികളുടെ നാട്ടിൽ എന്നാണ്. അതിൽ വിവരിക്കുന്നത് പോലെ ഇവിടുത്തെ ജനത നിരക്ഷരരോ വിഡ്ഢികളോ സംസ്കാരശൂന്യരോ അല്ല. കെ. പാനൂരിൻ്റെ കേരളത്തിലെ ആഫ്രിക്ക എന്നൊരു പുസ്തകം മറ്റൊരു ഉദാഹരണം. ആ വയനാട്ടിൽ താമസിക്കുന്ന ആദിവാസികളെ ചിത്രീകരിക്കാൻ വേണ്ടി കേരളത്തിലെ ആഫ്രിക്ക എന്നാണ് ആ പുസ്തകത്തിന് പേരിട്ടിരിക്കുന്നത്. ONVയുടെ വീടുകൾ എന്ന കവിതയിൽ കാപ്പിരി ക്രിസ്തു എന്ന് പ്രയോഗിക്കുന്നുണ്ട്. ബാലേന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ ഒരു പ്രയോഗമുണ്ട് ഗസൽ എന്ന കവിതയിൽ. കലണ്ടറിൽ കാപ്പിരി ചോരച്ചെണ്ട കൊട്ടുന്ന കൊലനിലം, കാട്ടുരാത്രിയിൽ ആദിവാസിതൻ കനലാട്ടം, ദേവദാരുവിന് കുരിശേന്തിയ നിരാലംബജ്ഞാനികളുടെ മഹാപ്രസ്ഥാനം. അങ്ങനെ ഇഷ്ടംപോലെ ഉദാഹരണങ്ങൾ തരാം. സമയപരിധി മൂലം ഞാൻ ചുരുക്കിയതാണ്, അധികം നീട്ടുന്നില്ല. ഈ ഇൻ്റർനെറ്റ് യുഗത്തിലും ആഫ്രിക്കയെപ്പറ്റി തെറ്റായ ഇമേജറികൾ പ്രവർത്തിക്കുന്നവരെ ഒരു കുരിശ് യുദ്ധം പ്രഖ്യാപിക്കാൻ ഛായാമുഖി ടീമും ആഫ്രിക്കയിലെ അസോസിയേഷനുകൾ നടത്തുന്ന ശ്രമങ്ങൾക്കൊപ്പം ഡോക്ടറുടെ കെനിയൻ സന്ദർശനത്തിന് കഴിയും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കെനിയൻ പ്രവാസികൾക്ക് അവരുടെ ആവശ്യങ്ങൾക്ക് സർക്കാർ തലത്തിൽ വേണ്ടത്ര ശ്രദ്ധ നേടിത്തരാൻ ഇടപെടലുകൾ ഉണ്ടാവണം. ഏറ്റവും കുറഞ്ഞ പക്ഷം ഞങ്ങളുടെ മേൽ പതിഞ്ഞിരിക്കുന്ന കരുതലുകൾ നീക്കി പ്രവാസി സ്റ്റാറ്റസിൽ തുല്യത വരുത്താനുള്ള ശ്രമങ്ങളിൽ ഞങ്ങളോടൊപ്പം പങ്കാളിയാകണം. ഇവിടെ മലയാളം മിഷൻ പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ ചെണ്ട പോലുള്ള പാരമ്പര്യ കലകൾ അഭ്യസിപ്പിക്കുന്ന കലാക്ഷേത്രമുണ്ട്. കുട്ടികൾ ശാസ്ത്രീയ സംഗീതവും ശാസ്ത്രീയ നൃത്തവും അഭ്യസിക്കുന്നുണ്ട്. ഇവിടെ ആയുർവേദ ചികിത്സാ സമ്പ്രദായം പ്രസിദ്ധി നേടി വരുന്നു. നിങ്ങൾക്കെല്ലാം അറിയാം, റെയിലയുടെ മകൾ അവിടെ കേരളത്തിൽ പോയി ചികിത്സ നേടി കണ്ണിന് കാഴ്ച നേടി എന്ന് പറയുന്ന കഥ. കേരള അസോസിയേഷൻ ലോക കേരള സഭയിൽ ഇതിനകം 4 തവണ പങ്കെടുത്തു. ഞാൻ നിർത്തുന്നതിന് മുമ്പ് ഞാനൊക്കെ പ്രൈമറി ക്ലാസ്സിൽ പഠിച്ച ഒരു പ്രാർത്ഥനാഗീതത്തിൻ്റെ ഏതാനും വരികൾ ഞാൻ പറയാം. ഒരു പ്രത്യേക ദൈവത്തെ ഒന്നും സ്തുതിക്കുന്നില്ല, ജനറലായിട്ട്. ദൈവമേ കൈതൊഴാം കേൾക്കുമാറാകണം, നേർവഴിക്കെന്നെ നീ കൊണ്ടുപോയിടണം. ഇടയ്ക്കുള്ള വരികളാണ് ഞാൻ പറയുന്നത്. ദുഷ്ടസംസർഗം വരാതെ ആയിടണം. ഇത് വളരെ സിമ്പിൾ മലയാളമാണ്. നല്ല കാര്യങ്ങളിൽ പ്രേമമുണ്ടാകണം, കൃത്യങ്ങൾ നല്ല വാക്കോതുവാൻ ത്രാണി ഉണ്ടാകണം, കൃത്യങ്ങൾ ചെയ്യുവാൻ ശ്രദ്ധയുണ്ടാകണം, സത്യം പറഞ്ഞിടാൻ ശക്തി ഉണ്ടാകണം. സത്യം പറഞ്ഞതിൻ്റെ പേരിൽ, കൃത്യങ്ങൾ ശ്രദ്ധയോടെ ചെയ്തതിൻ്റെ പേരിൽ, നല്ല വാക്കോതിയതിൻ്റെ പേരിൽ, നല്ല കാര്യങ്ങളിൽ പ്രേമമുണ്ടായതിൻ്റെ പേരിൽ, ദുഷ്ടസംസർഗം വരാതെ നോക്കിയതിൻ്റെ പേരിൽ, നേർവഴിക്ക് നടന്നതിൻ്റെ പേരിൽ ഇന്ന് നമ്മുടെ അതിഥിയായി വന്നിട്ടുള്ള ഡോക്ടർ നാരായണ സ്വാമിക്ക് 33 വർഷത്തിനുള്ളിൽ 35 ട്രാൻസ്ഫർ മേടിച്ചു. ഇത് ഈ പ്രാർത്ഥനാഗീതത്തിൻ്റെ കുഴപ്പം കൊണ്ടല്ല, അദ്ദേഹം നേർവഴിക്ക് സഞ്ചരിച്ചതിൻ്റെ പേരിലാണ്, നല്ല വാക്കോതിയതിൻ്റെ പേരിലാണ്. ഇത് ബുദ്ധിമുട്ട് നേരിടേണ്ടി വരും, പക്ഷേ അദ്ദേഹത്തിൻ്റെ ധൈര്യം, ആത്മവിശ്വാസമാണ് ഇതിലേക്ക് നയിച്ചത്. വ്യക്തിപരമായി അക്കാദമിക് രംഗങ്ങളിൽ ഉണ്ടാക്കിയ റെക്കോർഡുകൾ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു അദ്ദേഹത്തെ സംബന്ധിച്ച്. മലയാള ഭാഷയിലും സംസ്കാരത്തിലും പാരമ്പര്യത്തിലും അദ്ദേഹത്തിൻ്റെ പ്രതിഭ വെളിവാക്കുന്ന ഒരു പ്രഭാഷണത്തിൽ നമ്മൾ കാത്തിരിക്കുകയാണ്. ഒരിക്കലും മറക്കാത്ത വയലാർ ഗാനം പോലെ, ഒരിക്കലും മടുക്കാത്ത യേശുദാസ് ശബ്ദം പോലെ, ഒരിക്കലും വെറുക്കാത്ത അലയാഴിയിലെ തിരമാല പോലെ നമ്മുടെ ഹൃദയങ്ങളെ പുളകം കൊള്ളിക്കുന്ന ആ വാക്കുകൾക്കായി ഞാൻ വേദി ഒഴിയുകയാണ്. ആകാശങ്ങളിലിരിക്കുന്ന ഞങ്ങളുടെ അനശ്വരരായ പൂർവ്വസൂരികളെ സ്മരിച്ചുകൊണ്ട്, നമ്മുടെ ഇന്നു മുന്നിലിരിക്കുന്ന അന്നത്തിൻ്റെ ദാതാവായ കെനിയൻ മണ്ണിനെ വന്ദിച്ചുകൊണ്ട്, ഈ അത്ഭുത പ്രതിഭയെ ഡോക്ടർ രാജു നാരായണ സ്വാമിയെ കെനിയയിലെ ആദ്യത്തെ IAS പ്രഭാഷണത്തിന് ഹർഷാരവങ്ങളോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു.